നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം. നെല്ലായി പന്തലൂർ സ്വദേശി ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനപക്ഷ വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥയുടെ സമാപന പൊതുയോഗം വെള്ളിക്കുളങ്ങരയിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം മരത്തംപള്ളി പാടശേഖരത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിന്റെ ബൊക്കാഷി ബക്കറ്റ് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം. നെല്ലായി പന്തലൂർ സ്വദേശി ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഞായറാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഭർത്താവിനോടൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസ്സിൻ്റെ പിൻചക്രം ഇടിക്കുകയായിരുന്നു. ബസ് പുറകിലേക്ക് എടുത്താണ് സിജിയെ പുറത്തെടുത്തത്. ഉടൻ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ പ്രവേശന ഭാഗത്താണ് അപകടമുണ്ടായത്. നേരിയ ഗതാഗത കുരുക്കിനിടെ ഡ്രൈനേജിന് മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതേ ദിശയിൽ വന്നിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്കാണ് സിജി വീണത്. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനപക്ഷ വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥയുടെ സമാപന പൊതുയോഗം വെള്ളിക്കുളങ്ങരയിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം മോഹനൻ ചള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ CU പ്രിയൻ, വൈസ് ക്യാപ്റ്റൻ PM നിക്സൺ, ജാഥ മാനേജർ ഷീല ജോർജ് എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KM ചന്ദ്രൻ, VK വിനീഷ്, VR സുരേഷ്, TK ഗോപി എന്നിവർ നേതൃത്വം നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ VK അനീഷ്, KR അനൂപ്, VN അനീഷ്, ജയന്തി സുരേന്ദ്രൻ, അലൻ പോൾ വർഗീസ്, PC സാജു, KV ഷൈജു, സജിത രാജീവ് എന്നിവർ പ്രസംഗിച്ചു. കാർഷിക മണ്ഡലത്തിലൊക്കെ സമൂലമായ മാറ്റങ്ങൾക്ക്, കാലാധിപത്യമായ നിയമനിർമ്മാണങ്ങൾക്ക് 57 CPIയുടെ ഗവൺമെന്റ് നേതൃത്വം നൽകുന്നുണ്ട്. തീർച്ചയായും അതിന്റെ ചുവട് പിടിച്ച് സഞ്ചരിച്ചത് കൊണ്ട് കൂടിയാണ് ഇന്ന് ലോകത്തിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭൂപ്രദേശമായി കേരളം മാറുന്നത്. ഇപ്പോൾ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ടൈം മാഗസിൻ 2023 കണ്ടെത്തിയ ശ്രദ്ധേയമായ നിരീക്ഷണമുണ്ട്. 2023 ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ലോകത്തിലെ 52 പ്രദേശങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണം എന്ന് ടൈം മാഗസിൻ കണ്ടെത്തുമ്പോൾ ആ 52 പ്രദേശങ്ങളിൽ ഒന്നായി കേരളം അടയാളപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കൊച്ചു ഭൂപ്രദേശം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ അറ്റത്തെ കൊച്ചു മുനമ്പിലുണ്ട്. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം മരത്തംപള്ളി പാടശേഖരത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ J നയനതാര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം ബിജി ഡേവിസ്, CDS ചെയർപേഴ്സൺ രാജേശ്വരി, CDS അംഗം റോസ്ലി പാപ്പച്ചൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VV ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 8 സ്കൂളുകളിൽ നിന്നായി 50 കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ചന നെൽവിത്ത് നടീലും നടത്തി. വിദ്യാർത്ഥികളെ കൃഷിയോടും മണ്ണിനോടും ചേർത്ത് നിർത്താനും വിവിധ കൃഷിരീതി പരിചയപ്പെടുത്താനും കൂടിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ബൊക്കാഷി ബക്കറ്റ് വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബൊക്കാഷി ബക്കറ്റിന്റെ ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, വാർഡ് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, വൃന്ദകുമാരി, ശ്രീജിത്ത് പട്ടത്ത്, നിഖിത അനൂപ്, മണി സജയൻ, VEO ഗീത എന്നിവർ പ്രസംഗിച്ചു. 210 വീടുകളിലേക്കാണ് 2850 രൂപ വില വരുന്ന 2 ബൊക്കാഷി യൂണിറ്റ് പൗഡറുമടക്കം 285 രൂപയ്ക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റേത് തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളാണെന്നാരോപിച്ച് BMS കൊടകര മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. BMS പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് പട്ടേക്കാടാണ് ജാഥ നയിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CK പ്രദീപ് ജാഥ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ജ്യോതിഷ്, മേഖലാ സെക്രട്ടറി രാമൻ വരദരപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ND വിപിൻ എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി, വായനശാല, നാടിപ്പാറ വയോജനവേദി എന്നിവരുടെ നേതൃത്വത്തിൽ ഐകെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. VS സുബീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൂര്യ സുരേന്ദ്രൻ, കോർഡിനേറ്റർ വൈശാഖ്, മഞ്ജു സജി, പ്രിൻറ്റി പ്രദീപ്, NP അഭിലാഷ്, പ്രഭാകരൻ കൂനാമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊടാലി സെന്ററിൽ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി അരുൺ കൊടകര, ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, KA ഹനീഫ, രഹൻ പള്ളത്തേരി, മുരളി വെട്ടിയാട്ടിൽ, തങ്കമണി മോഹനൻ, വിജയൻ വെട്ടിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ആ നെല്ലുൽപാദകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. മഹാരാഷ്ട്രയിൽ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ കണക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ആന്ധ്രയിലായാലും അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ കർഷകർ നിരന്തരമായി. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ 30 റോഡുകളുടെ നവീകരണത്തിനായി 8,39,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. മുരിയാട് ആരംഭനഗർ പരിസരത്ത് നടന്ന മുരിയാട് പഞ്ചായത്തിലെ 2 റോഡുകളുടെ നവീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുരിയാട് മഠം കപ്പേള ആരംഭനഗർ റോഡ്, കറളിപ്പാടം താര മഹിളാ സമാജം റോഡ് എന്നീ റോഡുകളുടെ നവീകരണ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. മുരിയാട് മഠം കപ്പേള ആരംഭനഗർ റോഡിന് 20 ലക്ഷം രൂപയും കറളിപ്പാടം താര മഹിളാ സമാജം റോഡിന് 22 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ചില്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്ഥിരം സമിതി അധ്യക്ഷരായ സരിത സുരേഷ്, KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, മണി സജയൻ, മുരിയാട് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് KA മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പലൂർ പാലപ്പള്ളി റോഡിലെ പള്ളിക്കുന്ന് മുതൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് വശത്തെ കാട് വളർന്നു നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്കും കാൽനടക്കാർക്കും അപകട ഭീഷണിയാകുന്നു. 2 വലിയ വാഹനങ്ങൾ വന്നാൽ മിക്കയിടങ്ങളിലും സൈഡിലേക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണുള്ളത്. റോഡ് വശത്തെ കാടുകൾ വെട്ടി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചമ്മനാടൻ KRFP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. കലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആയിരങ്ങൾ നേർച്ചഊട്ടിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര കാർമ്മികനായിരുന്നു. ഫാദർ ഡിറ്റോ കൂള സന്ദേശം നൽകി. വൈകിട്ട് 4-ന് കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, വർണ്ണക്കാഴ്ചകൾ, ബാൻഡ് വാദ്യം എന്നിവയുമുണ്ടായി. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആമ്പലൂരിൽ നടത്തിയ പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു.
അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ആന്റസ് കണ്ണമ്പുഴ, സന്ദീപ് കണിയത്ത്, എ ഓമന, ഔസഫ് വൈക്കാടൻ, നേതാക്കളായ ഡേവിസ് അക്കര, ഷെന്നി ആൻഡോ പനോക്കാരൻ, പ്രിൻസൺ തയ്യാലക്കൽ, സൈമൺ നമ്പാടൻ, കെ വി പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ ആ യൂണിയൻ പിടിച്ചെടുത്തപ്പോൾ ആ യൂണിയൻ പിടിച്ചെടുത്തതിന്റെ പേര് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെ CPM-ന്റെയും DYFI-യുടെയും SFI-യുടെ പ്രവർത്തനം നടത്തിയ ക്രൂരമായ കല്ലേറും ആ കല്ലേറിനെ തുടർന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി പോലീസ് തന്നെ ലാത്തി ചാർജ് ചെയ്തപ്പോൾ KSUവിന്റെ പ്രവർത്തകരെ ജയിച്ച കുട്ടികൾക്ക് ആഹ്ലാദപ്പോഴും നടത്താൻ അനുവദിക്കാത്ത അഫ്ഗാനിസ്ഥാനെ പോലും തോൽപ്പിക്കുന്ന ഈ രീതിയിൽ അല്ലെ ചൈനയെ പോലും തോൽപ്പിക്കുന്ന ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ പുതുക്കാട് ദേശീയപാത ഉപരോധിച്ചു. തുടർന്ന് നടന്ന ധർണ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സെബി കൊടിയൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി, ന്യൂനപക്ഷ സെൽ ചെയർമാൻ KJ ജോജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, സ്റ്റാൻലോ ജോർജ്, രാമൻകുട്ടി, KN രാജൻ, പ്രവീൺ, മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിയപ്പറമ്പിൽ, സിജോ ഇടപ്പള്ളി, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, ജില്ലാ സെക്രട്ടറിമാരായ റീന ഫ്രാൻസിസ്, ശാലിനി ജോയ്, ബ്ലോക്ക് ട്രഷറർ PV ബിജു, ബ്ലോക്ക് സെക്രട്ടറിമാരായ നൌഷാദ് കല്ലുപറമ്പിൽ, VV പിയൂസ്, മധുസൂദനൻ, ലിൻസൺ പല്ലൻ, വർഗീസ് തെക്കേത്തല തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പ്രകോപനവുമില്ലാതെ വേപ്പട്ടിയെ തല്ലുന്നതും തല്ലി അദ്ദേഹത്തെ ഗുരുതരമായി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പാലം പോലും തകർക്കുന്ന സ്ഥിതിയുണ്ടായി. നമുക്കറിയാം, ഈ കേരള സംസ്ഥാനത്ത് ജനാധിപത്യപരെ ഭരിക്കുന്ന സർക്കാരാണ് ഉള്ളതെങ്കിൽ CPA പോലും വെല്ലുന്ന രീതിയിൽ ഒരു രാജവാഴ്ചയാണ് പിണറായി ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കന്മാരെ തൊട്ടുകളിച്ചാൽ പിണറായിയുടെ അന്ത്യം കാണുന്നതുവരെ ഈ പ്രധാന പോരാട്ടത്തിന് മുന്നുണ്ടാകുമെന്ന് ആഗ്രഹിക്കുകയാണ്. കോയമ്പത്തൂരിൽ നടന്ന 18ാമത് നാഷണൽ ലെവൽ യോഗാസന ചാമ്പ്യൻഷിപ്പ് സൗത്ത് സോൺ മത്സരത്തിൽ നന്ദിക്കര സ്വദേശിനിക്ക് മികച്ച നേട്ടം. നന്ദിക്കര ചെറിമല വീട്ടിൽ CT ബിജുവിൻ്റെ മകൾ CB ഗായത്രിയാണ് മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. ഫോർവേഡ് ബെൻഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും ബാക്ക് ബെൻഡ് വിഭാഗത്തിൽ 2ാം സ്ഥാനവും കോമൺ സെഷനിൽ 4ാം സ്ഥാനവും ഗായത്രി കരസ്ഥമാക്കി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന 75 വയസ്സുള്ള കുഞ്ഞയ്യപ്പനാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞയ്യപ്പനെ കണ്ടിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പേരാമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് ബസ് കണ്ടക്ടറുടെ മർദ്ദനം. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കണ്ടക്ടർ മർദ്ദിച്ചത്. സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:45 സംഭവം. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ജയ് ഗുരു ബസിൻ്റെ കണ്ടക്ടറാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥി സ്കൂൾ വിട്ട ശേഷം പേരാമംഗലം സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറുന്നതിനിടെ ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതിനാണ് പ്രകോപനം ഉണ്ടായതും എന്ന് പറയുന്നു. ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതോടെ കണ്ടക്ടർ കുട്ടിയുടെ കഴുത്തിൽ കൈകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനശേഷം കുട്ടിയെ ബസ്സിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. കഴുത്തിനും ചെവിയുടെ ഭാഗത്തും പരിക്കേറ്റ വിദ്യാർത്ഥി ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ പേരാമംഗലം പോലീസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടക്ടറുടെ പേര് അറിയാത്തതിനാൽ കണ്ടാൽ അറിയാവുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കുട്ടി കണ്ടക്ടറെ തിരിച്ചറിയുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഓണറേറിയം അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സ്റ്റാഫ് നഴ്സിനെയും ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സുമാരെയും നിയമിക്കുന്നു. ഓണറേറിയം അടിസ്ഥാനത്തിൽ താൽക്കാലിക സ്റ്റാഫ് നിയമനത്തിനായുള്ള അഭിമുഖം
ഒക്ടോബർ 16 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കും. ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സുമാർക്കുള്ള അഭിമുഖം ഒക്ടോബർ 13 രാവിലെ 12 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടത്തും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048724277778. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. കൊടകര പാറേക്കാട്ടുകര പ്ലാക്ക പൗലോസിൻ്റെ ഭാര്യ മേരി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ഡേവിസ്, മേഴ്സി എന്നിവർ മക്കളും റാണി, ബാബു എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മഞ്ഞളി പിണ്ടിയാൻ വർഗീസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ആനി. സിൻഡോ, സാൻഡോ, ടിൻഡോ എന്നിവർ മക്കളും ആതിര, ബ്ലസ്സി, ഷാലി എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ അമ്പൂക്കൻ ജോയിയുടെ ഭാര്യ ആനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിനി, സിജോ, സിബി എന്നിവർ മക്കളും ജോസഫ്, ഫ്രൈനി, സാജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം. നെല്ലായി പന്തലൂർ സ്വദേശി ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനപക്ഷ വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥയുടെ സമാപന പൊതുയോഗം വെള്ളിക്കുളങ്ങരയിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം മരത്തമ്പള്ളി പാടശേഖരത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിന്റെ ബൊക്കാഷി ബക്കറ്റ് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.